നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾട്ട് സ്റ്റുഡിയോയുടെ 2025 ഫ്രീ കോഴ്സിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇൻസ്പെക്ടർ വിൻഡോ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ടൈം ലൈനിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഇൻസ്പെക്ടർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും കേട്ടോ. ആ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ സെറ്റിങ്സുകൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. ഇതിങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഈ ഒരു ഐക്കൺ ഉണ്ടോ താഴേക്കുള്ള ഒരു ആരോ അത് ക്ലിക്ക് ചെയ്താൽ ഫുൾ വ്യൂ ആയിട്ട് ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് വീഡിയോ എഫക്റ്റുകൾ, അതായത് ട്രാൻസ്ഫോം എന്നുള്ള എഫക്റ്റിൻ്റെ അകത്ത് സൂം ഉണ്ട്. റൈറ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും കണ്ടോ, സൂം ഔട്ട് ആവും, സൂം ഇൻ ആവും. ഇതാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ഈ ഒരു ചങ്ങലയുടെ ഐക്കൺ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സൂം ചെയ്യാം കണ്ടോ. ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് മേലോട്ടേക്കും താഴേക്കും ഇതേപോലെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കോട്ടും മുന്നോട്ടേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. ബാക്ക് മുന്നോട്ടേക്ക് വലിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കിട്ടും. തൊട്ട് താഴെ പൊസിഷൻ ആണല്ലോ, പൊസിഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് മുന്നോട്ടേക്ക് ഇതേപോലെ എവിടേക്ക് വേണമെങ്കിലും നീക്കി വെക്കാം. അതേപോലെ വൈ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മേലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടേക്ക് ബാക്കോട്ടേക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഇനി ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ തൊട്ടിപ്പുറമുള്ള ഈ ഒരു ബട്ടൺ കൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ റീസെറ്റ് ആവും. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ പേരിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുക, അപ്പോഴും റീസെറ്റ് ആവും. പിന്നെ ആംഗിളാണ് തൊട്ട് താഴെ വരുന്നത്. നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ആങ്കർ പോയിന്റ് ആണ്. ആങ്കർ പോയിന്റ് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ഉണ്ടോ, ഇതൊന്ന് ഓൺ ചെയ്യാം. ഈ ഒരു ഐക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്ത സൂമും പൊസിഷനും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. സൂം നമുക്ക് ഇതേപോലെ ഏതെങ്കിലും കോണിൽ പിടിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. പൊസിഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ. ഇനി ആംഗിൾ വേണമെങ്കിൽ ഈ ഒരു ഐക്കൺ ഉണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ആങ്കർ പോയിന്റ് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ആങ്കർ പോയിന്റിൽ ഒരു മാറ്റം വരുത്താണെങ്കിൽ നോക്കിക്കോ. കണ്ടോ, ഈ ഒരു വൈറ്റ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഇതാണ് ആങ്കർ പോയിന്റ്. അപ്പം ഞാൻ ഈ ആങ്കർ പോയിന്റ് ഇവിടെ കൊണ്ടുവച്ച് ഇനി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കാം. റൊട്ടേഷൻ നമുക്ക് കറക്റ്റ് മനസ്സിലാവുക. പൊസിഷനൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ കേട്ടോ, ഇപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പിക്ചറൊക്കെ ചുമരിൽ ആണിയിടിച്ച് വെച്ച് ആട്ടി അങ്ങനെ ഉണ്ടാവും ഒരു ഫോട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല ആടുക. എവിടെയാണോ ഈ ആങ്കർ ഇരിക്കുന്നത് അതാണ് ആണി പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് മാറ്റി വെച്ച് ഇനി ഒന്ന് റൊട്ടേറ്റ് അടിച്ച് നോക്കിയേ കണ്ടോ, അവിടെ കിടന്ന് കറങ്ങും. അതായത് എവിടെയാണോ ആങ്കർ പോയിന്റ് ഇരിക്കുന്നത് അതായിരിക്കും ഇനി ആ ഫോട്ടോയുടെ സെൻറ്റർ പോയിന്റ്. ഓക്കെ, ഡബിൾ ക്ലിക്ക് അടിച്ചാൽ റീസെറ്റ് ആവും. അതേപോലെ ഈ ഒരു ഐക്കൺ അടിച്ചാലും റീസെറ്റ് ആവും. ഇപ്പോൾ അത് റീസെറ്റ് ചെയ്തു. പിന്നെ പിച്ച് യാവ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഈ രീതിയിൽ നമുക്കിങ്ങനെ 3D ഒരു സ്റ്റൈലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ താഴെ യാവ് എന്നുള്ള ഓപ്ഷന് ലെഫ്റ്റ് ടു റൈറ്റ് കാണിച്ചു തരാം. ലെഫ്റ്റ് ടു റൈറ്റ് ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടി. കണ്ടോ, കത്തിയല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഫ്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഫ്ലിപ്പ് അടിച്ച് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഫോട്ടോ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കും. ഒന്നുകൂടെ അടിച്ച് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കും. പിന്നെ മേലേക്ക് താഴേക്ക് ഇതേപോലെ ഫ്ലിപ്പ് ആവും. ഇങ്ങനെ ഇത്രയും രീതിയിലാണ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ. ഇനി താഴെ വരുന്ന സ്മാർട്ട് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. സ്മാർട്ട് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമുക്ക് മെയിനായിട്ട് ബേസായിട്ട് വരുന്നത് പിന്നെ ക്രോപ്പിംഗ് ആണ്. ക്രോപ്പിംഗ് നിങ്ങൾക്ക് അറിയാം. ക്രോപ്പ് ചെയ്യാൻ മുറിച്ച് കളയാം. അതായത് ലെഫ്റ്റിൽ നിന്ന് മുറിച്ച് കളയണമെങ്കിൽ ഇതേപോലെ മുറിച്ച് കളയാം. റൈറ്റിൽ നിന്ന് മുറിച്ച് കളയണമെങ്കിൽ ഇതേപോലെ മുറിച്ച് കളയാം. പിന്നെ മേലെയും താഴെ അതായിരിക്കും നമ്മൾ മെയിനായിട്ട് കാണുന്നുണ്ടാവും അല്ലേ. ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ച് അവിടെ ഒരു 100 എന്ന് അടിച്ചു കൊടുത്താൽ മേലെ ഒരു ക്രോപ്പ് കിട്ടും. ഇനി 200 4K ഒക്കെ ആണെങ്കിൽ നമ്മൾ 200 കൊടുക്കുക. HD ആണെങ്കിൽ 100 കൊടുക്കുക. ഓക്കെ, താഴെ ഇതേപോലെ 200 കൊടുത്ത് നോക്കി കണ്ടോ, മേലെയും താഴെയും കട്ടായിട്ട് നമുക്ക് ഒരു ഫിലിം ലുക്കുള്ള ഒരു സ്റ്റൈൽ കിട്ടും. കണ്ടോ, അത് എൻ്റെ ഈ ഒരു വീഡിയോയിൽ കട്ടായിട്ട് പോകും. ഇനി നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഇവിടെ റീസെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു ക്രോപ്പിൻ്റെ സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നോക്കിയോ, ഇത്രയും കട്ട് ചെയ്തു അതൊരു സോഫ്റ്റ് കട്ടായിട്ട് പറഞ്ഞാൽ കണ്ടോ ഒരു സോഫ്റ്റ്നെസ് വരുന്നുണ്ട് അവിടെ. കണ്ടോ, ഇവിടെ അത്ര അങ്ങോട്ട് കറക്റ്റ് എഡ്ജ് മുറിച്ച പോലെ അല്ലാതെ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോഫ്റ്റ്നെസ് കൂട്ടുന്നതിനനുസരിച്ച് ആ എഡ്ജ് കറക്റ്റ് മുറിച്ച പോലുള്ളൊരു ഫീൽ കിട്ടും. കണ്ടോ, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ, അതൊക്കെ പാകത്തിന്. ഓക്കെ, പിന്നെ വരുന്ന ഡൈനാമിക് സൂം എന്നുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ഇപ്പോൾ ബേസിക്കലി വരുന്ന കാര്യമല്ല, നമുക്ക് പിന്നീട് പറയാം കേട്ടോ. പിന്നെ തൊട്ട് താഴെ വരുന്ന കോമ്പോസൈറ്റ് മോഡാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ നോർമൽ എന്നുള്ളൊരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും സംഭവം ആഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫയർ കണ്ടോ, ഞാൻ ഈ ഫയറിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ വീഡിയോയുടെ മേലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബാക്ക് ഭാഗത്ത് കറുപ്പ് കളർ ആയതുകൊണ്ട് ബാക്കിലുള്ള ആന, അതായത് താഴെ ലെയറിലുള്ള ആനയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഈ കറുപ്പ് ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ തീ ഇവിടെ കാണാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, ഈ കോമ്പോസൈറ്റ് മോഡിലൊന്ന് നോർമൽ മാറ്റിയിട്ട് ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഇങ്ങനത്തെ ബ്ലാക്ക് ഇമേജുകളൊക്കെ വരികയാണെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പിക്ചറും കൂടി ഇതിൽ കാണാൻ പറ്റും. അതായത് ബ്ലാക്ക് ഭാഗങ്ങൾ ഒഴിവാക്കുക. അത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് മാത്രമല്ല കളർ, പിന്നെ കളർ ബേണ്, കളർ ഡോഡ്ജ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ഈ തീൻ്റെ ഉള്ളിലായിട്ട്, ഈ തീ കത്തുന്നതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാർക്കൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതായത് തീൻ്റെ ഉള്ളിൽ കത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് അതിനെ കാണും. ഒരു എഫക്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഒരു പ്രത്യേക തരം എഫക്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ
പിന്നെ അതേപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഡിവൈഡ്, മൾട്ടിപ്ലൈ, ഹ്യൂ, ലൈറ്റൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആഡിൻ്റെ അതേ സംഭവം തന്നെയാണ്. പിന്നെ സ്ക്രീനുണ്ട്. സ്ക്രീനും ലൈറ്റണും ആഡൊക്കെ ഏകദേശം ഒരു മോഡലാണ്. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ലീനിയർ ബേണിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എവിടെയാണ് ഇതൊക്കെ ആവശ്യം വരിക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് ക്ലാസ്സും ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് തൊട്ട് താഴെ വരുന്ന ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതേ സംഭവം തന്നെയാണ്. പക്ഷേ മൊത്തത്തിലായിരിക്കും ഇതിൻ്റെ ഒരു വിസിബിലിറ്റി കുറയുന്നത്. ഞാൻ ഈ ഒപ്പാസിറ്റി ബാക്കോട്ടേക്ക് വലിക്കുമ്പോൾ നോക്കിക്കോ, കണ്ടോ, മങ്ങി വരുന്നുണ്ടെങ്കിലും കൂടെ തീയും അതേപോലെ തന്നെ മങ്ങുന്നുണ്ട്. ബ്ലാക്ക് അങ്ങനെ കൃത്യമായിട്ട് മങ്ങി പോകുന്നില്ല. അതായത് മുകളിലുള്ള ലെയറിനെ മങ്ങിയിട്ട് താഴെയുള്ള ലെയറും ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഒപ്പാസിറ്റി. ഓക്കെ. പിന്നെ സ്റ്റെബിലൈസേഷൻ ആണ്. അത് നമ്മളെ വീഡിയോക്ക് ഇത്തിരി ജെർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ സ്റ്റേബിളായിട്ട് ട്രൈപോഡിലിട്ട് എടുത്തൊരു വീഡിയോ ആണല്ലോ, അതിന് പകരം നമുക്ക് ഇത്തിരി ഷേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേക്ക് പോയിട്ട് കുറച്ച് നോർമലായിട്ടുള്ള ഒരു വീഡിയോ പോലെ ഷേക്ക്ലെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാറും. അതാണ് സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ലെൻസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് അനലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെൻസ് കറക്ഷൻ കുറച്ചും കൂടെ റെഡി ആയിട്ട് വരും കേട്ടോ. പിന്നെ റീടൈം ആൻഡ് സ്കെയിലിംഗ് ആണ്. ഇത് നമുക്ക് കാര്യമായിട്ട് തന്നെ പറയാനുണ്ട്. ഇതൊന്നും ബേസിക്കലി വരുന്ന കാര്യങ്ങളല്ല കേട്ടോ. പിന്നെ സൂപ്പർ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ സ്കെയിൽ വേണമെങ്കിൽ നമുക്ക് ബേസിക് പറയാം. ഇതിപ്പോൾ ഒരു HD വീഡിയോ ആണ്. ഇതിന് എനിക്ക് 4Kയിലേക്ക് ഇത്തിരി സൈസ് കൂട്ടണം, അതായത് ഇതിൻ്റെ ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ സൂപ്പർ സ്കെയിൽ ഓൺ ആക്കിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് 4x എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ 2x എൻഹാൻസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ സിസ്റ്റം കുറച്ചുകൂടെ ലോഡ് എടുക്കും, എന്നാലും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ കിട്ടും. നമുക്ക് ഇത്തിരി തരിതരികളോ പിന്നെ അതേപോലെ നോയ്സ് ഒക്കെ വരുമല്ലോ, ഈ പച്ച, നീല, മഞ്ഞ എന്ന് പറഞ്ഞ പോലെ, ചുവപ്പ് എന്ന് പറഞ്ഞ പോലെ കുറേ കളർ കുത്ത് അതൊക്കെ ഒഴിവാക്കാനൊക്കെ കുറേ ഇത് എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷാർപ്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും നോയ്സ് റിഡക്ഷൻ ചെയ്യണമെങ്കിലും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. ഇത്രയാണ് മെയിനായിട്ട് വീഡിയോ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഓഡിയോ ഇൻസ്പെക്ടറിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇൻസ്പെക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയണം, വിശദമായിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം കോഴ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ആ വീഡിയോയും അതേപോലെ സൈറ്റിൻ്റെ ഡെമോ വെർഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് മുഴുവനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ 3 ഗഡുക്കളായിട്ട് അടയ്ക്കാം. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം കേട്ടോ. ഓക്കെ. എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.